എൻ്റെ പൊന്നോ, സഹിക്കുന്നതിനൊക്കെ ഒരു 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 അതിരില്ലേ. മടുത്തിട്ട പറഞ്ഞു വിട് ഈ മനുഷ്യനെ, പറഞ്ഞു വിട്. നടക്കത്തില്ല, മനുഷ്യനെ കൊണ്ട് നടക്കത്തില്ല. ഈ ഒരു ടെൻ ഹാഗ് എന്ന് പറയുന്ന ഈ ഒരു കോച്ചിനെ നമ്മൾ ശരിക്കും എന്തുമാത്രം അൺകണ്ടീഷണലി നമ്മൾ ഫാൻസ് എന്തുമാത്രം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 സീസൺ നമ്മൾ നോക്കിയോ, ഇപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വിഷയം ആയാലും, ഇപ്പം ഡെഗയുടെ വിഷയമായാലും, സാഞ്ചോ, ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ പുള്ളി നേരിട്ടപ്പോഴും നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുള്ളിയെ കണ്ണും പൂട്ടി വിശ്വസിച്ച് ആ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരിച്ച് ഈ മനുഷ്യൻ തന്നിരിക്കുന്നത് എന്തുവാ? ഇപ്പം നമ്മൾ 3ാമത്തെ സീസണിൽ 6 മത്സരം കഴിഞ്ഞപ്പോഴത്തേനും 12ാം സ്ഥാനത്ത് നിൽപ്പുണ്ട്. 8 ഗോൾ നമുക്കെതിരെ ഓപ്പോസിഷൻ അടിച്ചിട്ടുണ്ട്, 5 ഗോൾ നമ്മൾ തിരിച്ചടിച്ച് -3 GDയിൽ നമ്മൾ പോയി എത്തി നിൽക്കുകയാണ്. നമുക്കിവിടെ സ്റ്റൈലുണ്ടോ? വിത്ത് ദ ബോൾ കളിക്കാനറിയോ? ഇല്ല. കൗണ്ടർ അറ്റാക്ക് പറ്റുമോ? വിത്തൗട്ട് ദ ബോൾ നമ്മൾ ബെറ്ററാണോ? എന്തെങ്കിലും സ്റ്റൈലുണ്ടോ? ഒന്നുമില്ല. എന്നിട്ടും കുറച്ച് ആൾക്കാർക്ക് ടെൻ ഹാഗിനെ സപ്പോർട്ട് ചെയ്യണം, ബാക്ക് ചെയ്യണം, അവർ ബുദ്ധിജീവികളാണെന്ന് കാണിക്കണമല്ലോ. ബാക്ക് ചെയ്തോ, നിങ്ങൾ ബാക്ക് ചെയ്തോ. എന്നെക്കൊണ്ട് പറ്റത്തില്ല. എനിക്കറിയാം, ബോധമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു യുണൈറ്റഡ് ഫാനായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുകയാണ്, ഓൾഡ് ട്രാഫോർഡിലിട്ട് വെട്ടിക്കൂട്ടുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഈ സീസണിൽ 6 മത്സരത്തിൻ്റെ ഇടയ്ക്ക് ഓൾഡ് ട്രാഫോർഡിൽ 2 മാച്ചാണ് നമ്മൾ 3-0 തോക്കുന്നത്. അതും ഇന്നത്തെ മാച്ച് 3-0 തോക്കേണ്ടതാണോ? 3-0 ഒന്നുമല്ല. അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 7-up നമുക്ക് കുടിക്കാമായിരുന്നു. വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 6 ഗോളെങ്കിലും ടോട്ടൽ അടിക്കേണ്ടതാണ്. ഇന്നത്തെ മാച്ചിൽ 9 ബിഗ് ചാൻസ് ആണ് അവർ ക്രിയേറ്റ് ചെയ്തത്. 4-ന് മുകളിൽ അവർക്ക് XG. 9 ബിഗ് ചാൻസിൽ അവർ 6 എണ്ണമാണ് മിസ് ചെയ്തത്. അതിൽ 3 എണ്ണം സ്കോർ ചെയ്യാൻ തന്നെ 6 ഗോളാവും. ഇതൊക്കെയാണല്ലോ സഹിക്കുന്ന. ഇപ്പോഴും ടെൻ ഹാഗിനെ സഹിക്കണം എന്നൊക്കെ പറയുന്നവർക്ക് സല്യൂട്ട്, അത്ര എനിക്ക് പറയാനുള്ളൂ. കാര്യം നമ്മൾ ചിലരുടെ അഭിപ്രായങ്ങളാണ് ടെൻ ഹാഗിനെ വിട്ടു കഴിഞ്ഞാൽ വേറെ ആരെ കൊണ്ടുവരും, ആരെങ്കിലും കൊണ്ടുവരണം. തുക്കലിനെ കൊണ്ടുവരണം, തോമസ് തുക്കലിനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ നാഗൽസ്മാൻ ഉണ്ടല്ലോ. നാഗൽസ്മാന് വേണ്ടി നമ്മൾ എനിക്ക് നാഗൽസ്മാൻ്റെ കാര്യത്തിൽ ഭയങ്കര പാടാണ്. കാരണം അടുത്ത വേൾഡ് കപ്പിന് വേണ്ടി പുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു ജർമ്മൻ പ്രൊജക്റ്റിൽ. അതുകൊണ്ട് തന്നെ ഇച്ചിരി പാടാണ്, പക്ഷേ ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഒരു ഇതിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ തോമസ് തുക്കലിന് ജോലി ഇല്ലാതെ ഇരിക്കുന്ന മനുഷ്യനായതുകൊണ്ട് തന്നെ ആ ഒരു മനുഷ്യനെ ഇനിയോസിന് താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കോച്ചിനെ കൊണ്ടുവരാൻ, നല്ലൊരു പ്രൂവൺ കോച്ചിനെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഒലേ ഗുണ്ടർ സോൾഷെയറിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രൂഡ് വാൻ നിസ്റ്റൽറോയിയോ ഇങ്ങനത്തെ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ഇൻട്രീമായിട്ട് വേണമെങ്കിൽ കൊണ്ടുവരാം. അല്ലാതെ ഇവരെ കൊണ്ടൊന്നും നടക്കത്തില്ല. ഇത്ര വലിയ ക്ലബിനെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, ടെൻ ഹാഗിന് പറ്റത്തില്ല എന്നുള്ളത് നമുക്ക് ഏതായാലും തെളിഞ്ഞു. പുള്ളിക്കോട്ട് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള പ്ലെയേഴ്സിനെ വെച്ചുകൊണ്ട് അവരുടെ ഒരു സ്ട്രെങ്തിനനുസരിച്ച് പുള്ളിക്ക് അവരെ കളിപ്പിക്കാനൊന്നും പുള്ളിക്ക് അറിയത്തില്ല. നമ്മുടെ ഫ്രണ്ട് 3 നോക്കിയോ, അല്ലെങ്കിൽ നമ്മുടെ അറ്റാക്കിംഗ് പ്ലെയേഴ്സിനെയൊക്കെ നോക്കി. ഇന്ന് കളിപ്പിച്ചത് ഒരു സൈഡിൽ റാഷ്ഫോർഡ്, ഒരു സൈഡിൽ ഗർനാച്ചോ. ഈ 2 പ്ലെയേഴ്സും നിങ്ങൾ നോക്കിയോ, ഇവർ കുറേയും കൂടെ ആ ഒരു കൗണ്ടർ അറ്റാക്കിലാണ് ഇവർ ത്രൈവ് ചെയ്യുന്ന. നല്ല രീതിയിൽ സ്പേസസിനെ യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് ആ ഒരു ലോങ് ബോളൊക്കെ ഇട്ട് അവരുടെ റൺസിനെ ഫൈൻഡ് ചെയ്യുമ്പോൾ ആ ഒരു കൗണ്ടർ അറ്റാക്കിലാണ് അവർ ത്രൈവ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ പ്ലെയേഴ്സിനെ വെച്ചുകൊണ്ട് പൊസഷൻ ഗെയിം അല്ലെങ്കിൽ ആ ഒരു 1-2s ഒക്കെ കളിച്ച് അങ്ങനത്തെ പരിപാടി നടക്കത്തില്ല. നമ്മൾ ഇന്നത്തെ മാച്ചിൽ ഈ ടോട്ടനാം എന്ന് പറയുന്ന ടീം ശരിക്കും പറഞ്ഞാൽ അവർ ഹൈലൈൻ കളിക്കുകയും പൊസഷൻ ഡോമിനേറ്റ് ചെയ്യും, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് നടത്തുന്ന ടീമാണ്. അവർക്കെതിരെ വീണ്ടും നമ്മൾ പോയിട്ട് ഹൈലൈൻ കളിക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ട് നമ്മൾ ആ ഒരു കുറച്ചുകൂടെ ഡീപ്പറായിട്ട് ഡിഫെൻസീവ് ലൈനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു പ്യുവർ കൗണ്ടർ അറ്റാക്കിന് നിന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറേയും കൂടെ ഡേഞ്ചറസ് ആയനെ. പിന്നെ ഇന്നത്തെ മാച്ചിൽ ഇപ്പം ടെൻ ഹാഗിനെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കറിയാം കുറേ പേരുടെ അഭിപ്രായങ്ങൾ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂണോയുടെ റെഡ് കാർഡ് അല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ബ്രൂണോയുടെ റെഡ് കാർഡ് അല്ലേ തന്നെ അതുവരെ ആരാ മര്യാദയ്ക്ക് കളിച്ചുകൊണ്ടിരുന്നത്? അങ്ങ് പൊളിച്ചെടുക്കുകയായിരുന്നല്ലോ യുണൈറ്റഡ്. അപ്പോൾ അതുവരെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹാഫിൽ നിന്ന് ഇറങ്ങാനായിട്ട് അവർക്ക് നേരമില്ലായിരുന്നു. ഇട്ട് നശിപ്പിക്കുകയായിരുന്നു അവിടെ ഇട്ട്. സഹികെട്ടാണ് പുള്ളി പോയിട്ട് ഈ ഫൗളൊക്കെ ചെയ്ത് റെഡ് കാർഡ് മേടിച്ച് പുള്ളിയും പോയത്. ശരിക്കും ബ്രൂണോ പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മര്യാദയ്ക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ബ്രൂണോ പോയി കസമീറോ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഗെയിമിൽ കുറച്ചൊരു മാറ്റം ഉണ്ടായി. സെക്കൻഡ് ഹാഫിൽ കുറച്ച് അറ്റാക്സ് നടത്തി. ഇനി അതിനെ മാത്രം പൊക്കി പിടിച്ചുകൊണ്ട് ടെൻ ഹാഗിനെ താങ്ങാനാണ് പലരുടെയും ഉദ്ദേശമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ. യൂഷ്വലി മാനേജേഴ്സിനെ ഒക്കെ നിങ്ങൾ നോക്കിയോ, അവർ വന്നിട്ടൊരു 2-3 സൈനിങ്സ് നടത്തുമ്പം തന്നെ അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റി അവർക്ക് ആ ഒരു ടീമിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. ടെൻ ഹാഗ് ഇവിടെ വന്നു. ടെൻ ഹാഗ് ഇപ്പോൾ ആ ഒരു ഫസ്റ്റ് 11 നോക്കി. ഫസ്റ്റ് 11 ഇറങ്ങുന്ന പ്ലെയേഴ്സിലൊരു 2-3 പ്ലെയേഴ്സ് ഒഴികെ ബാക്കി എല്ലാവരും ടെൻ ഹാഗിൻ്റെ പ്ലെയേഴ്സാണ്. എന്നിട്ടും ഇവിടെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു മനുഷ്യൻ ഇവിടെ തോൽവി തന്നെയാണ്. അത് നമ്മൾ അംഗീകരിക്കണം. ഇപ്പോഴും നമ്മൾ ട്രസ്റ്റ് ഇൻ ദ പ്രോസസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ നമ്മൾ മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ്.
അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ റിസ്ക് എടുക്കണം, മാനേജേഴ്സിനെ സാക്ക് ചെയ്യണം, പുതിയ മാനേജേഴ്സിനെ കൊണ്ടുവരണം, ആര് വർക്ക് ചെയ്യുമോ ആരായിരിക്കും ഇവിടെ ക്ലിക്ക് ആകുന്നത് അതുവരെ നമ്മളിങ്ങനെ റൂത്ത്ലെസ് ആയാൽ പറ്റത്തുള്ളൂ. മാർക്ക് ഗോൾബ്രിഡ്ജ് ഉണ്ടല്ലോ, ഇങ്ങനെ ഈ മാനേജേഴ്സിനെ ഡിഫെൻഡ് ചെയ്യാൻ കുറച്ച് ഡയലോഗ്സ് ഉണ്ടല്ലോ പുള്ളിയുടെ, ഒരു ട്രസ്റ്റ് ഇൻ ദ പ്രോസസ്സ്, അതുപോലെ ഈ പുള്ളിയെ മാറ്റിക്കഴിഞ്ഞാൽ ആരെ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ വേറൊരു ഡയലോഗും ഉണ്ട്. നിങ്ങൾ ഓർക്കണം, ഈ 3-4 മാനേജേഴ്സിനെ സാക്ക് ചെയ്യിപ്പിച്ച പ്ലേയേഴ്സ് ഇപ്പോഴും ആ ഒരു ടീമിലുണ്ട്. എന്നിട്ട് നിങ്ങൾ ഈ ഒരു മാനേജറിനെ സാക്ക് ചെയ്താൽ എങ്ങനെ ശരിയാകും, ഇങ്ങനത്തെ കുറച്ച് ഡയലോഗുകളുണ്ട്. ആ ഡയലോഗൊക്കെ പറയുമ്പോഴത്തേനും നിങ്ങൾ ഓർക്കണം, ഫസ്റ്റ് 11 ഇപ്പം ടെൻ ഹാഗിന് വേണ്ടി കളിക്കുന്ന പ്ലേയേഴ്സ്, അല്ലെങ്കിൽ ടെൻ ഹാഗ് കൊണ്ടുവന്ന പ്ലേയേഴ്സാണ് കൂടുതലും അവിടെ കളിക്കുന്നത്. എന്നിട്ടും നമ്മൾ പൊട്ടന്മാരെ പോലെ ഇങ്ങനത്തെ ഡയലോഗൊക്കെ വിശ്വസിച്ച് വീണ്ടും ബാക്ക് ചെയ്യാൻ വേണ്ടി പോകുക എന്ന് പറയുന്നത് ശരിക്കും മണ്ടത്തരമാണ്. നമ്മളും കൂടെ കുറച്ച് കോമൺ സെൻസ്, നമ്മുടെ കോമൺ സെൻസും കൂടെ വെച്ചിട്ട് നമ്മൾ ചിന്തിക്കണം. ഇനിയിപ്പോൾ അടുത്ത മാച്ചിൽ പോർട്ടോയെ ഞങ്ങൾ വലിച്ചു കീറും എന്ന് പറഞ്ഞുകൊണ്ട് ടെൻ ഹാഗ് പോയിട്ടുണ്ട്. എന്താകും ദൈവത്തിനറിയാം. പോർട്ടോ എന്ന് പറയുന്ന ടീമിനെ എവേ മാച്ച് കളിക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച പ്രീമിയർ ലീഗിൽ ആസ്റ്റൺ വില്ലയും കൂടെ എവേ കളിക്കുന്നുണ്ട്. അതോടെ ടെൻ ഹാഗിൻ്റെ ചീട്ട് കീറും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ പറയുക. ഇപ്പോഴും നിങ്ങൾ ടെൻ ഹാഗ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടോ? ഒരു മച്ചാനെ എനിക്കൊന്ന് ക്രിസ്റ്റൽ പാലസിൻ്റെ സമയത്ത് എന്നെ ചീത്ത വിളിച്ചൊരു മച്ചാനുണ്ട്, ദിസ് റാൻഡം ഗൈ ഡോണ്ട് നോ ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആ മച്ചാനൊക്കെ ഇപ്പോൾ എവിടെയാണോ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻസായിട്ട് പറ. ബൈ.